തൃശൂരിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ്. കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിൽ 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് വിദഗ്ധർ എത്തി DNA സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. 13 പേരാണ് ചികിത്സയിലുള്ളതെന്നും 5 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. സമീർ സി മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സമീർ ഇപ്പോൾ ഉള്ളത് അപകടം നടന്ന സ്ഥലത്താണ്. സമീർ, പ്രതീക്ഷ നൽകുന്നത് കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിലവിലിപ്പോൾ 2 കടാവർ നായ്ക്കളാണോ അവിടെയുള്ളത്? എങ്ങനെ നടക്കുന്നു ഇപ്പോഴത്തെ പരിശോധന? കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഇതിനിടയിലാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. ഒരു പുരുഷന്റെ കൈയിന്റെ ഭാഗമാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിശദമായിട്ടുള്ള പരിശോധന ആ വിഷയത്തിൽ അനിവാര്യമാണ്. അതിനുശേഷമായിരിക്കും ആരുടേതാണ് ശരീരഭാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോഴും കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഒരു തുരുത്തും അതിന് ചുറ്റിലുമായിക്കൊണ്ട് വലിയ ഒരു പാടശേഖരവുമാണ്. ഈ പാടശേഖരത്തിൽ നിന്നാണ് ഈ ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ചെറിയ ഒരു ഭാഗം കിട്ടി എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ശരീരഭാഗങ്ങൾ ലഭ്യമായി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന അതിന്റെ ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നു. ഒപ്പം തന്നെ ഇവിടെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതുപോലെ MP രാജേഷ് എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് DGP വൈകാതെ തന്നെ ഇവിടെ എത്തും എന്നുള്ളതാണ്. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് DGPയുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവ്യക്തത ഇപ്പോൾ തുടരുന്നത് എത്ര പേർ ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു കൃത്യത സർക്കാരിനോ ജില്ലാ ഭരണകൂടത്തിനോ ഇല്ല. മാത്രമല്ല അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരോട് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുമ്പോൾ അവർക്കും അതിലൊരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എത്ര പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ അപകടത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ പരിശോധന, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന ഉണ്ട്. അതുപോലെ ഫയർഫോഴ്സിന്റെയും കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. ഒപ്പം തന്നെയാണ് കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ വെള്ളം നനച്ചുകൊണ്ട് ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അവിടെ തീ പടരുന്നതൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ പിന്നീട് ആ ഭാഗങ്ങളൊക്കെ വീണ്ടും പൊട്ടുന്ന സംഭവം ഉണ്ടായിരുന്നു. സ്ഫോടനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഉള്ളിൽ ചെന്നുകൊണ്ടുള്ള ഒരു പരിശോധന സാധ്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ചെന്ന് നേരിട്ടെത്തിക്കൊണ്ട് പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ പ്രധാനപ്പെട്ട ഈ കടന്നു വരുന്ന ഭാഗത്താണ്. ഇതിന്റെ മറുവശത്തായിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഇന്നലെ ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടേക്ക് ചെന്നുകൊണ്ട് നേരിട്ടെത്തി പരിശോധന നടത്താൻ കഴിയുന്നുണ്ട്. അതേസമയത്ത് തന്നെ അവിടെ ഇപ്പോഴും ഈ സ്ഫോടന വസ്തുക്കൾ പൊട്ടാത്തത് ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം നിലനിർത്തുകയും മറ്റുള്ളവരെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. അവിടെ ഇത് കാണാൻ വന്ന നാട്ടുകാരുണ്ടായിരുന്നു, അതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ആ ഭാഗത്ത് നിന്ന് ഇനിയും അപകട സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ആ ഉൾഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പൊട്ടാതെയുള്ള വെടിപ്പുരകൾ ഇനിയും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ശരീരഭാഗങ്ങളെല്ലാം ചിന്നിച്ചിതറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ കടാവർ നായ്ക്കളെ വെച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെടിപ്പുരകൾ നിലനിന്നിരുന്ന ഭാഗത്ത് പ്രധാനമായും തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടാതെ കിടക്കുന്ന ഈ വെടിക്കോപ്പുകൾ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ ആ ഒരു സാധന സാമഗ്രികൾ എടുത്തു മാറ്റിക്കൊണ്ടുള്ള തിരച്ചിലേക്ക് അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ക്രമീകരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്? പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത് അവിടെ പരിശോധന നടത്തിയ ശേഷം ഇനിയും സ്ഫോടനത്തിന് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ആ ഭാഗങ്ങളൊക്കെ തന്നെ നിർവീര്യമാക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടുന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതിനിപ്പോൾ മുതിരുന്നില്ല. അത് ആദ്യം നിർവീര്യമാക്കുക, അതിനുശേഷം വിശദമായിട്ടുള്ള പരിശോധന നടത്തുക. അവിടെ ഇനിയും ആരുടെയെങ്കിലും ശരീരഭാഗങ്ങളോ മറ്റോ അവശേഷിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ
ഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ പരിശോധനയും ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയുമുണ്ട്. കൂടാതെ അവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടന്നു വരികയാണ്. അതോടൊപ്പമാണ് കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, എം വി രാജേഷ് എന്നിവർ ഇവിടെ എത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ തന്നെ തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ മേൽച്ചുമതല വഹിച്ചുകൊണ്ട് അതിനൊരു ഏകോപനം നടത്തിക്കൊണ്ട് അവരിവിടെ തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഭാഗത്തൊക്കെ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടേക്ക് പൊതുജനങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ ഭാഗത്തൊക്കെ തന്നെ പൂർണ്ണമായും കയറി കെട്ടി തിരിച്ചുകൊണ്ട് അകത്തേക്ക് ആരും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അകത്തേക്ക് ഉള്ള ആളുകളൊക്കെ തന്നെ നിയന്ത്രിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിനകത്തുള്ളത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഈ വെടിക്കോപ്പുകൾ നിർവീര്യമാക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വൈകാതെ തന്നെ DGP കൂടെ ഇവിടേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്